സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ ആദ്യമേ തന്നെ ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. എന്താണ് കാര്യം എന്നുള്ളത് ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. സൗണ്ടിൻ്റെ ഒന്നും ആവശ്യകതയില്ല. ആ പെൺകുട്ടിയെ കണ്ടില്ലേ? എന്തൊരു എളിമയും എന്തൊരു വിനയവും ഒക്കെയാണല്ലേ അതിൻ്റെ മുഖത്ത്. നല്ല ചിരിച്ച് കളിച്ച് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി. കണ്ടു കഴിഞ്ഞാൽ സർവ്വമ്മ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തിലെ നമ്മുടെ നിവിൻ പോളിയോടൊപ്പം ആ ഒരു സിനിമയിൽ നല്ലൊരു വേഷം പങ്കുവെച്ച ഡെലൂലുവിനെ പോലെയൊക്കെ ഉണ്ടല്ലേ. നല്ല ക്യൂട്ട്നെസ് വാരി വിതറുന്ന ചിരിച്ചും കളിച്ചും നിൽക്കുന്ന ഒരു പെൺകുട്ടി. എന്തോ വലിയ അവാർഡ് കിട്ടി എന്നുള്ള രീതിയിലാണ് ആ പെൺകുട്ടി നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടി നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഞാൻ എന്തായാലും ഒന്നുകൂടെ പറയാം. ആ പെൺകുട്ടി നിൽക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് കേട്ടോ. കൊച്ചിയിലെ പോലീസ് സ്റ്റേഷനിലാണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സുന്ദരിയും സുമുഖിയും സുശീലയുമായിട്ടുള്ള പെൺകുട്ടി, ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിൻ്റെ 2-3 സുഹൃത്തുക്കളും ചേർന്ന്, പലതന്തയ്ക്ക് പിറന്ന 2-3 ആളുകൾ ചേർന്ന് ഒരു പയ്യനെ അങ്ങോട്ട് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് വിളിച്ചു വരുത്തി. എന്തിനാ വിളിച്ചു വരുത്തിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കോമഡിയാണ്, അല്ലെ വലിയൊരു സംഭവമാണ്. ആ കേസ് വലിയൊരു കാര്യമാണ് കേട്ടോ. എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, ഈ പെൺകുട്ടി ഒരു പയ്യനുമായിട്ട് നിരന്തരം ചാറ്റ് ഉണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ ഒക്കെ ആയിരിക്കും, അതിന് വലിയ റിലവൻസ് ഇല്ല. അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയും ആ പയ്യനുമായിട്ട് വലിയ രീതിയിലുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ ആയിരുന്നു, അതായത് സംസാരത്തിൽ കൂടി. അങ്ങനെ ഈ പെൺകുട്ടി ആ പയ്യനെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഫ്ലാറ്റിലേക്കോ അല്ലെ തൻ്റെ റൂമിലേക്കോ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ആ പയ്യൻ അവിടേക്ക് ചെല്ലുന്നു. ആ പയ്യൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പയ്യന് സംസാരിക്കാനുള്ള കഴിവില്ല, സംസാരിക്കാൻ പറ്റില്ല, ചെവിയും കേൾക്കില്ല, അങ്ങനെ ഒരു പയ്യനാണ്. അവർ രണ്ടുകൂടെ മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ മെസ്സേജ് ഇട്ട് പെൺകുട്ടിയെ കാണാനായിട്ട് ആ പയ്യൻ ചെല്ലുന്നു. ചെന്ന് കഴിയുമ്പോൾ ആ പയ്യൻ കാണുന്നത് ആ റൂമിൽ 2 പേര്, അതായത് 3 ആണുങ്ങളും ഒരു പെൺകുട്ടിയും. ഈ പെൺകുട്ടിയാണ് ഈ പയ്യനുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ കൂടെ ഉണ്ടായിരുന്ന 3 പേരെന്ന് പറയുന്നത്, ഒന്ന് ഈ പെൺകുട്ടിയുടെ കാമുകനും ബാക്കിയുള്ള 2 പേര് ഈ കാമുകന്റെ കൂട്ടുകാരന്മാരുമാണ്. അപ്പോൾ ഈ പെൺകുട്ടി എന്തിനാണ് വിളിച്ചു വരുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവർ 4 പേരോട് എന്തിനാണ് വിളിച്ചു വരുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പയ്യനും ഈ പെൺകുട്ടിയും തമ്മിൽ, അതായത് ഈ സംസാരിക്കാനും കേൾക്കാനും കഴിവില്ലാത്ത പയ്യനും ഈ പെൺകുട്ടിയും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം. അത് ഏർപ്പെടുന്നത് കണ്ടിട്ട് അതിൽ പുളകം കൊണ്ടുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ തനിക്ക് എടുക്കണം. അതായിരുന്നു ആ കാമുകൻ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ കാമുകൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഈ കാമുകി, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പെണ്ണൊന്നും വിളിക്കാൻ പറ്റത്തില്ല, വേറെ എന്തെങ്കിലും പേരുകൾ വിളിക്കണം. ഇതിനെയൊക്കെ ഫാൻറ്റസി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഓരോരോ വിചിത്രമായ ഫാൻറ്റസികളാണ്. അപ്പോൾ അങ്ങനെ ആ പെൺകുട്ടി ഈ മെസ്സേജ് അയച്ച് വിളിച്ചു വരുത്തിയ പയ്യനുമായിട്ട് ഈ പറയുന്ന ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് അതിൽ കൂടി കുറച്ചധികം ഇങ്ങനെ പുളകം കൊണ്ടുകൊണ്ട് ഇങ്ങനെ വലിയ രീതിയിലുള്ള വികാര പ്രകടനങ്ങളൊക്കെ നടത്താമെന്നായിരുന്നു വിചാരിച്ചത്. എന്നാൽ ആ പയ്യൻ അവിടെ ചെന്നപ്പോൾ ഇവരെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ആ പയ്യൻ പറഞ്ഞത്, എനിക്ക് അതിനൊന്നും പറ്റത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, ആ പയ്യന് ചെയ്യാനും പറ്റില്ല, പയ്യനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കാനും സമ്മതിക്കത്തില്ല എന്നാണ് ആ പയ്യൻ പറഞ്ഞത്. എന്നാൽ ഒരുപാട് ആഗ്രഹത്തോടു കൂടി ഇത് ചെയ്യിപ്പിക്കാം, ഇതിൽ കൂടി കുറച്ച് സുഖം കണ്ടെത്താമെന്ന് വിചാരിച്ചിരുന്ന ഈ പറയുന്ന 2 പേര്, കാമുകനും കാമുകിയും, അവർക്കിടയിൽ വലിയ വിഷമമുണ്ടായി. അതായത് ഈ പയ്യൻ ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ആഗ്രഹം നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ വലിയ വിഷമം ഉണ്ടാവുകയും ആ വിളിച്ചു വരുത്തിയ പയ്യനെ ടോർച്ച് കൊണ്ട് ആ പയ്യനെ ആദ്യം മർദ്ദിക്കുകയും പിന്നീട് അതിനുശേഷം ആ പയ്യൻ്റെ വാരിയിൽ ചവിട്ടി ഓടിക്കുന്ന ഒരു സന്ദർഭവുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ കേസായി പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയതിന് ശേഷമുള്ള ആ ഒരു സന്ദർഭങ്ങളാണ്, അല്ല അതിൻ്റെ വീഡിയോസാണ് ഞാൻ നിങ്ങളെ ആദ്യം കാണിച്ചത്. ഇനി എന്തായാലും ഞാൻ ആ വീഡിയോ എന്താണെന്നുള്ളതിൻ്റെ ആ വാർത്ത ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാം. കൊച്ചിയിൽ ഭിന്നശേഷിക്കാരനെ ഹണി ട്രാപ്പിൽ കൊടുക്കാൻ ശ്രമം. ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ച് അവശനാക്കി. കേസിലെ മുഖ്യപ്രതിയായ യുവതിയും കൂട്ടുപ്രതികളും അറസ്റ്റിൽ. കണ്ടില്ലേ, ഇതായിരുന്നു സംഭവം. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറൊരു വാർത്തയിൽ വന്നിട്ടുള്ളത് ഞാനൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിൽ എന്തോ ഓസ്കാർ അക്കാദമിയിലൊക്കെ പ്രദർശനം ലഭിച്ച ആളുകളെ പോലെയുള്ള സന്തോഷം, അല്ലെങ്കിൽ എന്തെല്ലോ ഓസ്കാർ കിട്ടിയ ആളുകളെ പോലെയുള്ള സന്തോഷം
എനിക്ക് തോന്നുന്നു മമ്മൂക്കയ്ക്ക് പോലും ഇത്രയും സന്തോഷമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സിനിമ ഓസ്കാർ അക്കാദമിയിലേക്ക് പ്രദർശനത്തിനായിട്ട് എടുത്തപ്പോൾ പോലും. എന്നിട്ടും ഈ രീതിയിൽ തന്തയ്ക്ക് പുറക്കാഴിയെ കാണിച്ചിട്ടും ചിരിച്ചും കളിച്ചും നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവളുടെയൊക്കെ ഗട്ട്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതായത് കാമുകനും കാമുകിയും കൂടി അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ലൈംഗിക ദാരിദ്ര്യം തീർക്കാൻ വേണ്ടിയിട്ടോ ഒരു പയ്യനെ വളച്ചൊടിച്ച് അല്ലെങ്കിൽ ആ ഒരു പയ്യനെ വളച്ചെടുക്കുകയും അതിനുശേഷം തൻ്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തുകയും താനുമായിട്ട് സെക്സ് ചെയ്യാനായിട്ട് ആ പെൺകുട്ടിയും തയ്യാറാവുന്നു, അത് കണ്ടിരിക്കാനായിട്ട് ആ പെൺകുട്ടിയുടെ കാമുകനും തയ്യാറാവുന്നു. പക്ഷെ അത് ചെയ്യാനായിട്ട് വന്ന പയ്യൻ അത് ചെയ്യാൻ തയ്യാറല്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ പയ്യനെ അതിമൃഗീയമായിട്ടും ക്രൂരമായിട്ടും ഒക്കെ മർദ്ദിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇത് വേറെ എങ്ങുമല്ല, യു പിയിലോ ബീഹാറിലോ ഒന്നുമല്ല, നമ്മുടെ കേരളത്തിൽ എറണാകുളത്താണ് സംഭവം. എറണാകുളം പോലീസ് സ്റ്റേഷനിലാണ് ഇവളിപ്പോൾ ഉള്ളത്. അതായത് ആ പയ്യന് പെൺകുട്ടിയുമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഉണ്ടായ വിഷമത്തിൽ മേലാണ് ആ പയ്യനെ ഈ രീതിയിൽ ഇവൾ ഈ പരിപാടി കാണിക്കുക. ഇവളുടെ ഈ പറയുന്ന തന്തയില്ലാത്തവന്മാരെല്ലാം കൂടെ കാണിച്ച ഈ പരിപാടി ഉണ്ടായത് അവിടെ. ഇതിൽ വേറെ പോസ്റ്റിൽ ഞാൻ കണ്ടത്, ഈ ഒരു പോസ്റ്റിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഇത് ഡെലൂലു അല്ല കേട്ടോ, സർക്കാരിൽ നിന്ന് ആദരവ് കിട്ടി നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ, പക്ഷേ കാര്യം അതല്ല. ലൈംഗിക ബന്ധത്തിന് വിസമ്മതിച്ച ഭിന്നശേഷിക്കാരനെ ക്രൂരമായി മർദ്ദിച്ച യുവതിയും ആൺ സുഹൃത്തുക്കളുമാണ്. നല്ല അസൽ ഹണി ട്രാപ്പ്, ബട്ട് ചെറുതായി ഒന്ന് പാളി. എല്ലാത്തിനെയും പോലീസ് തൂക്കി. കടവന്ത്രയിലേക്കുള്ള ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി സഫ്നയും ആയി ഭിന്നശേഷിക്കാരനോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചു. അത് വിസമ്മതിച്ചതോടെയാണ് ക്രൂരമർദ്ദത്തിന് ഇരയാക്കിയത്. പുറത്തും മുതുകിലും അടിച്ച് ചവിട്ടി കയ്യിൽ ടോർച്ച് വെച്ച് അടിച്ചു. വാരിയല്ലുകൾക്ക് പൊട്ടൽ വരെ സംഭവിച്ചു. എന്തായാലും എല്ലാവരെയും തൂക്കിയിട്ടുണ്ട്. പക്ഷേ ഒന്നാമത് ഇവിടുത്തെ നിയമത്തെ ആർക്കും ഭയമില്ല. അതാണ് ഇവൾക്ക് ഇത്ര ഇളി. അതായത് ഏതോ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന് വന്നതുപോലെയോ സിനിമ പ്രൊമോഷന് വന്നതുപോലെയോ ഒക്കെയാണ് ഈ പെണ്ണും ഈ പെണ്ണിൻ്റെ കൂടെ ഉള്ളവരും ഒക്കെ ചിരിച്ചും കളിച്ചും നിൽക്കുന്നത്. വേറൊരു പോസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു കമൻറ്റിൽ പലരും പറയുന്നത്, കൂട്ടുകാരിയെ കൂട്ടിക്കൊടുത്ത് പൈസ ഉണ്ടാക്കുന്ന കൂട്ടുകാർ, നൈസ് നിയമം ആയതുകൊണ്ട് എന്തും ആവാലോ, തമാശയ്ക്ക് ഡെലൂലു എന്ന പേര് പോലും ഈ പരവെടിയെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ട്. വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളൊക്കെയാണ് പറയുന്നത്. ഇതാണല്ലോ ആടി സെയിൽ, അതാണ് വെടിലു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ട്. അപ്പോൾ ആ പെണ്ണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു കാമുകനുണ്ടായിട്ട് ആ പെണ്ണ് തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ് വേറെ ആളുമായിട്ട് ചെയ്യണം. ആ കാമുകൻ്റെ ആഗ്രഹം ആ പെൺകുട്ടി വേറെ ആളുമായിട്ട് ചെയ്യുന്നത് കാണാനുമാണ്. രണ്ടുപേരുടെ ഉള്ളിലുള്ള ആഗ്രഹം സെയിം തന്നെയാണ്. അതിനുവേണ്ടി രണ്ടുപേരും ഒരേപോലെ പണിയെടുത്ത് ഒരു പയ്യനെ വളച്ചൊടിച്ച് അല്ലെ വളച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ആ പയ്യൻ അത് ചെയ്യാൻ താല്പര്യമില്ലെന്ന് അറിഞ്ഞപ്പോൾ വലിയ വിഷമമായി. കാരണം ഞങ്ങൾ ഇത്രയും ആഗ്രഹിച്ച് കൊണ്ടുവന്നിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് കണ്ടതിൻ്റെ വിഷമമായിരിക്കും. നമ്മുടെ നാട്ടിൽ അതിജീവിതകൾക്ക് കിട്ടുന്ന ഒരു പ്രൈവസിയും അതിജീവിതകൾക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജും ഒക്കെ മുതലെടുക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഇവരെ കാണാം. പെൺകുട്ടികൾക്ക് നല്ല പ്രിവിലേജും നല്ല പ്രയോറിറ്റിയും ഒക്കെ കൊടുക്കണം, വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഇതിനെയെല്ലാം ഒരു പ്രിവിലേജ് ആക്കി കണ്ടുകൊണ്ട്, ഈ ഒരു പരിഗണനയെ ഒരു പ്രിവിലേജ് ആക്കി എടുത്തുകൊണ്ട് തന്നെ പല ആളുകളും കളിക്കുന്ന വൃത്തികെട്ട കളികളിലൊന്നാണ് ഇതും. ഇത് ആ പയ്യനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ പയ്യനെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. ഇവരുടെ ഉള്ളിലുള്ള വിചിത്രമായിട്ടുള്ള ഫാൻറ്റസി അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ പയ്യനെ വിളിച്ചു വരുത്തിയത്. എന്നാൽ അവനത് ചെയ്യാൻ പറ്റില്ല. ഇതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. ആ പോയ പയ്യൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷെ ആ പയ്യൻ അറിഞ്ഞുകൊണ്ട് പോയതല്ല, ആ പയ്യനെ ഹണി ട്രാപ്പിൽ കൂടി പെടുത്തിയതാണ്. നല്ല വ്യക്തമായിട്ട് നല്ല പ്ലാൻ ചെയ്ത് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളൊരു കേസാണ്. ഇതിൽ ക്രിമിനൽ മൈൻഡുള്ള ഈ 4 പേരെയും നല്ല രീതിയിൽ തന്നെ ശിക്ഷിക്കണം. ആ പയ്യൻ്റെ നട്ടല് വരെ അല്ലെ വാരിയല് വരെ പൊട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കയ്യിൽ ടോർച്ച് വെച്ച് അടിച്ച് ആ പയ്യൻ്റെ നട്ടലും ആ പയ്യൻ്റെ ശരീരത്തിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഹണി ട്രാപ്പ് ജസ്റ്റ് ഒരു സെക്സിന് വേണ്ടി മാത്രം വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ അടിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്നുള്ളത് നമ്മളിവിടെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളവും. ആ കേരളത്തിൽ ഇങ്ങനെയുള്ള ചിന്താഗതികളുള്ള ഇവളുമാരെ പോലെയുള്ള ഇത്രയും നമ്മുടെ നിയമത്തിൻ്റെ മുൻപിലാണ് അവൾ ഈ ചിരിക്കുന്നത്, നിങ്ങൾ ഓർക്കണം കേട്ടോ. അതായത് നിയമത്തിൻ്റെ മുൻപിൽ എന്നെ ഒരു കോപ്പ് ഒരുത്തനും ചെയ്യത്തില്ലടോ, ഒരു പുല്ലും എനിക്ക് പറ്റത്തില്ല, എൻ്റെ ഒരു മുടി പോലും പറിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു ചിന്താഗതി, അങ്ങനെയുള്ളൊരു നിയമമാണ് നമ്മുടെ നാട്ടിലെന്നുള്ളൊരു അത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും. നമുക്കറിയാം ഷിംജിതയുടെ വിഷയത്തിൽ ഷിംജിത കൊന്നത് ആ പറയുന്ന നമ്മുടെ ആ ചെറുപ്പക്കാരനായിട്ടുള്ള ദീപകിനെ ആയിരുന്നുവെങ്കിൽ ഇവിടെ കൊല്ലാൻ നോക്കുന്നതും ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ്. സംസാരിക്കാനും കേൾക്കാനും കഴിവില്ലാത്തൊരു ചെറുപ്പക്കാരനെ അവനെ വിളിച്ചു വരുത്തിയിട്ട് ഈ രീതിയിൽ അവനെ തല്ലണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവരുടെയൊക്കെ മൈൻഡ്? ഇനി നാളെ അല്ലെ, ഇതിപ്പം ഒരു കേസാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇതുപോലെ ഇതിന് മുൻപും പലയിടത്തും നടന്നിട്ടുണ്ടാവും. പലയിടത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളും ഇവളുടെ കൂട്ടുകാരും തന്നെ ഒരുമിച്ച് പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാവും. അതിൽ ലാസ്റ്റിൽ പെട്ടുപോയത് ഈ പയ്യൻ്റെ അടുത്താണ്. ഈ പയ്യനെ അടിച്ചതിൻ്റെ ഫലമായിട്ട് കേസായിട്ട് തന്നെ വന്നു, എല്ലാത്തിനെയും തൂക്കി. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ നിൽക്കുകയാണ്. ആ നിൽക്കുമ്പോഴുള്ള അവളുടെ ചിരിയാണ് നിങ്ങൾ കാണുന്നത്. മാധ്യമങ്ങളോട് ഇവൾ പറഞ്ഞു അത്രേ,
ഫോട്ടോ എടുക്കുമ്പോൾ നല്ല രീതിയിൽ എടുക്കണേ, നല്ലപോലെ കാണാൻ പറ്റുന്നത് പോലെയൊക്കെ എടുക്കണേ എന്ന് ഇവൾ പറഞ്ഞു അത്രേ. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ഐശ്വര്യമാണല്ലോ, നല്ല ഭംഗിയുള്ള, ആര് കണ്ടാലും ഒന്ന് സ്നേഹിച്ച് പോകുന്നൊരു പെൺകുട്ടിയാണല്ലേ. കാണുമ്പോൾ എനിക്കും തോന്നി, എനിക്കൊന്ന് ക്രഷ് അടിച്ചു കേട്ടോ കണ്ടപ്പോൾ. പിന്നീട് ആ വീഡിയോ കണ്ടപ്പോഴാണ് എൻ്റെ മോനെ, ഞാൻ ആദ്യം വിചാരിച്ചു ഏതെങ്കിലും സിനിമയിലെ നടിയായിരിക്കും എന്നുള്ളത്. പിന്നല്ലേ മനസ്സിലായത് നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ പൊട്ടിക്കുന്ന സാധനമാണെന്നുള്ളത്. അത് മനസ്സിലായപ്പോൾ ഞാൻ ഈ റീലൊക്കെ നോക്കുമ്പോൾ പലരും ഇവളെ പറ്റി ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് വലിയ രീതിയിൽ പാട്ടൊക്കെ ഇട്ട് റൊമാൻറ്റിക് സോങ് ഒക്കെയാണ് ഇടുന്നത്. പക്ഷേ അതിൻ്റെ എല്ലാം ക്യാപ്ഷനിൽ കിടക്കുന്നത് നല്ല കിടിലം വേർഡുകളാണ് കേട്ടോ. അതായത് ഇവള് കാണിക്കുന്ന തോന്നിവാസം, ഇവള് കാണിച്ച തന്തയ്ക്ക് പുറക്കഴിയാൻ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് ഞാനൊരു ചെറിയൊരു കാര്യം മാത്രം പറയണം, ഇതുപോലെ ഒരുപാടെടുത്ത് നടക്കുന്നുണ്ടാവാം. ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ദീപകിന്റെ വിഷയത്തിൽ എന്താണോ നിയമം എടുത്തത് അതേപോലെ തന്നെ ഇവിടെയും എടുക്കേണ്ടിയിരുന്നു. പെൺകുട്ടികൾ ബസ്സിൽ കയറിയിട്ട് ഫോണും പിടിച്ചുകൊണ്ട് എന്നെ അവൻ തൊട്ടു സാറേ, എന്നെ അവൻ മുട്ടി സാറേ, ഇതാ ഞാൻ എൻ്റെ അടുത്ത് ഇരിക്കുന്നു, എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്നു, ഞാനിങ്ങനെ മുട്ടിച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ, ഇതിൻ്റെ വരും വരാഴികൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവളുമാർക്ക് അറിയില്ല. അതറിയാത്തത് കൊണ്ടാണ് ഈ രീതിയിൽ നടക്കുന്നത്. ഫെമിനിസ്റ്റുകൾ കുറേ പേരുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. ഈ ഫെമിനിസ്റ്റുകൾ കുറച്ച് പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയുള്ളൂ. കുറച്ച് അവർക്ക് അറിയപ്പെടാൻ പറ്റുന്ന കുറച്ച് വിഷയങ്ങളിൽ മാത്രമേ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുള്ളൂ. അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവളുമാരെ ഫെമിനിസ്റ്റുകളെന്ന് പറഞ്ഞുകൊണ്ട് സ്വയമേ നടക്കുന്നത്. സ്വയമേ പറയുന്നതാണ്, നമ്മളാരും പറയുന്നതല്ല. ഈ ഒരു വിഷയത്തിൽ ഒന്നും പ്രതികരിക്കാനായിട്ട് ഈ ഫെമിനിസ്റ്റുകൾ വന്നിട്ടില്ല. കാരണം ഇതിനകത്ത് വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് തോന്നുന്നതുകൊണ്ടായിരിക്കാം, റീച്ച് കിട്ടത്തില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തോന്നിവാസം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഈ തന്തയ്ക്ക് പുറക്കാഴി കാണിക്കുന്നവന്മാരെയും അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഈ സ്വന്തം പെണ്ണിനെ ഇങ്ങനെ ഈ രീതിയിൽ കൂട്ടിക്കൊടുക്കാനായിട്ട് കൂട്ടു നിൽക്കുന്ന ഈ നായിൻ്റെ മോനെയും പിടിച്ച് നിയമത്തിന് മുൻപിൽ തന്നെ കൊണ്ടുവരണം. ഇപ്പം എന്തായാലും വന്നു, എല്ലാത്തിനെയും നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത പോലെ ആയിട്ടുണ്ട്. തക്കതായ ശിക്ഷ തന്നെ നൽകണം. ആ പയ്യൻ അനുഭവിച്ച വേദന ഇവന്മാരും അനുഭവിക്കണമെന്ന് പ്രത്യേകിച്ച് പറയാണ്. ഇതിന് വേറെ നമുക്കൊന്നും പറയാനില്ല. ഇനി ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രൈവസി, അതിജീവിതകളുടെ ഒരു അവർക്ക് കിട്ടുന്ന സ്വകാര്യത, ഇതൊക്കെ ഒരു പരിധിവരെ അതിജീവിതകളാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് മാത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കും. കുറ്റം ആരോപിക്കപ്പെട്ട പയ്യന്മാരെ ഒരു തെളിവുകളും ഇല്ലാതെ തന്നെ കുറ്റവാളിയാക്കുന്ന ഈ ഒരു നിയമം ഇത് മാറിയില്ലെങ്കിൽ ഇനിയും ഇത് ആവർത്തിക്കും. അവൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു പരിഗണന അത് ഇനിയും കിട്ടുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അവളുടെ മുഖത്ത് കാണുന്നത്. അതിൻ്റെ ചിരികളാണ് അവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ ചിരിച്ചും കളിച്ചും നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയെ കളിയാക്കുന്ന ഇവൾക്ക് ആ ചിരി മാറ്റി കൊടുക്കണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. നമ്മുടെ നാട് എങ്ങോട്ടേക്കാണ് ഈ പോകുന്നതെന്നും ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും ചോദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഓക്കെ, ബൈ.